ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ബാക്കു ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ എഴുന്നേറ്റ് ബാൽക്കണിയിൽ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഞാൻ ആകെ അങ്ങോട്ട് ഡിപ്രസ്ഡ് ആയിപ്പോയി. ഞങ്ങൾ ഇത്തവണ വലിയ മഞ്ഞിലേക്കൊന്നും പോകണ്ടെന്ന് ഉറപ്പിച്ചിട്ടായിരുന്നു വന്നത്. എന്നാൽ മഞ്ഞ് ഞങ്ങളെ കാണാൻ ഇങ്ങോട്ട് വന്നതുപോലെയായി. പുറത്തുള്ള എല്ലാ ബിൽഡിങ്ങിൻ്റെയും മേൽക്കൂരയിൽ മഞ്ഞ് വീണ് കിടക്കുകയായിരുന്നു. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഗൈഡിനെ വെച്ചിട്ടുള്ള ആദ്യത്തെ ദിവസം തന്നെ സിറ്റി ടൂറാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ന്യൂ സിറ്റി ആൻഡ് ഓൾഡ് സിറ്റി ടൂർ. ആ ദിവസം തന്നെ മഞ്ഞ് പൊഴിയുന്ന കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതായിപ്പോയി. നാളത്തെ ടൂർ മാറ്റി ഇന്നാക്കി, ഇന്നത്തേത് നാളെ ആക്കിയാലോ എന്ന് വരെ ചിന്തിച്ചു. ബാക്കു സിറ്റിയിൽ മഞ്ഞ് വീണ് കിടന്ന് നടക്കുമ്പോൾ സ്ലിപ്പായി വീഴാൻ പോകുന്ന പോലെയുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഡ്രൈവറിനോട് ചോദിക്കാമെന്ന് കരുതി. വിളിച്ചപ്പോൾ ആൾ നല്ല ഉറക്കത്തിലായിരുന്നു. സ്നോഫോളിൻ്റെ കാര്യം അറിയില്ലെന്ന് പറഞ്ഞു. ഇവിടെ ഡ്രൈവർ 10 മണി കഴിഞ്ഞ് വരാമെന്നാണ് പറഞ്ഞത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്നോഫോൾ നിന്നു. പിന്നെ ഈ ടൂർ കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി. രാവിലെ തന്നെ എണീറ്റ് നൂഡിൽസ് തയ്യാറാക്കി. എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഡ്രൈവറിനെ കാത്തുള്ള നിൽപ്പാണ്. ആ ഗൈഡ് ഞങ്ങളെ ഹൈലാൻഡ് പാർക്കിൻ്റെ അടുത്ത് പൂച്ചക്കുട്ടികളെ എവിടെയെങ്കിലും കൊണ്ട് കളയുന്നത് പോലെ ഇറക്കി വിട്ടു. അയാളും അയാളുടെ ഒരു ഫ്രണ്ടും ഇന്നലെ പിക്ക് ചെയ്യാൻ വന്നതുപോലെ ഒരു വലിയ വണ്ടിയിലാണ് വന്നത്. ഈ റോഡ് ക്രോസ് ചെയ്താൽ സിറ്റി ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ വണ്ടിക്ക് പണിയുണ്ട്, ഒരു 2-4 മണിക്കൂർ കറങ്ങി ഫുഡും കഴിച്ചിട്ട് എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. ഇതാണ് കാർപ്പറ്റ് മ്യൂസിയം. റോഡ് അണ്ടർഗ്രൗണ്ട് പാസ് വഴി ക്രോസ് ചെയ്ത് നേരെ എത്തിയതാണ് ഇവിടെ. ഞങ്ങൾക്ക് 2 പേർക്കും ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കാനാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ഞങ്ങൾ മ്യൂസിയത്തിനകത്ത് കയറിയില്ല. നമ്മുടെ ട്രാവൽ ഏജൻസിയോട് ഞാൻ പ്രത്യേകം ചോദിച്ചതായിരുന്നു, ഈ വരുന്ന ഗൈഡ് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവില്ലേ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരില്ലേ, നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇവർ എടുത്തു തരില്ലേ, എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഓക്കെ എന്ന് 100% പറഞ്ഞ് ആദ്യമേ കാശ് മേടിച്ചിട്ടാണ് അവർ ഈ പരിപാടി തുടങ്ങിയത്. ജോർജിയൻ ടൂറിൽ 4 ദിവസത്തേക്ക്, അതും എല്ലാ ദിവസവും 2 മുതൽ 3.5 മണിക്കൂർ വരെ വൺ സൈഡ് യാത്ര ചെയ്ത് ഒരു ദിവസം മഞ്ഞിലും താമസിച്ച് ആയ സെയിം എമൗണ്ടാണ് ഈ മലയാളി കമ്പനി 3 ദിവസത്തിന് വാങ്ങിയത്. ഈ ടൗൺ ഞങ്ങളുടെ താമസ സ്ഥലത്തിന് വളരെ അടുത്താണ്. ഒരു ടാക്സിയിൽ ഇവിടെ വന്ന് ഇറങ്ങിയാൽ കൂടിപ്പോയാൽ 20 ദിർഹംസ് ആവും. അപ്പ് ആൻഡ് ഡൗൺ 40 ദിർഹംസ്. ഞങ്ങൾ കൊടുത്തത് 3 ദിവസത്തിന് 1500 ദിർഹംസ്. ഒരു ടാക്സി ഡ്രൈവറുടെ പണിയാണ് അയാൾ ചെയ്തത്. അന്യ നാട്, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അതൊന്നും ആലോചിക്കാതെ നടന്നു. അവിടെ ദൂരെ കാണുന്നതാണ് ഫ്ലെയിം ടവർ. ഫ്ലെയിം ടവർ ബാക്കു സിറ്റിയിൽ എവിടെ നിന്ന് നോക്കിയാലും കാണാൻ സാധിക്കും. കാർപ്പറ്റ് മ്യൂസിയം, ഡെനിസ് മാൾ, ഹൈലാൻഡ് പാർക്ക്, ഈ നാഷണൽ പാർക്ക്, ബീച്ച് ഫ്രണ്ട് വാക്ക്വേ, ലിറ്റിൽ വെനീസ്, ഇങ്ങനെ ബാക്കു സിറ്റിയിലെ ഫേമസ് ആയ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ നിന്ന് നടന്ന് കാണാം. ഇതാണ് ലിറ്റിൽ വെനീസ്. കുറേ വാട്ടർ കനാൽസ് ഒക്കെയുള്ള ഇറ്റലിയിലെ വെനീസ് സിറ്റിയുടെ മാതൃകയിൽ ഉണ്ടാക്കിയതാണ്.
ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ റെഫർ ചെയ്ത യൂട്യൂബ് വീഡിയോസിലെല്ലാം ബാഡ് വെതർ കാരണം ഈ ലിറ്റിൽ വെനീസിലൂടെയുള്ള ബോട്ടിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇന്ന് എന്തായാലും ക്ലോസ്ഡ് ആയിരിക്കും എന്ന് കരുതി. ഈ വീഡിയോയിൽ ശരിക്കും അത്ര ക്ലിയർ ആവുന്നില്ല. ഇവിടെ നമ്മുടെ മഴക്കാലം പോലെ ഇരുണ്ട് മൂടി ഇരിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ നല്ല കാറ്റും അതിൻ്റെ കൂടെ സ്നോഫോളും ഉണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ മഴ പോലെ ഒരു ടൗണിൽ നിന്ന് മഞ്ഞ് പെയ്യുന്നത് കാണുന്നത്. അതൊരു വേറിട്ട എക്സ്പീരിയൻസ് ആണെങ്കിലും മക്കൾക്കത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇത് നോക്കിയേ, സ്നോയിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ച് ഞങ്ങൾ സ്നോ വന്ന് പൊതിയുകയാണ്. ഇതൊരു വലിയ ഏരിയ ഉണ്ട്. ഇന്നത്തെ വെതർ ഇങ്ങനെ ആയതുകൊണ്ടാവാം ഇവിടെ അങ്ങിങ്ങ് കുറച്ച് ടൂറിസ്റ്റുകൾ ഉണ്ടെന്നല്ലാതെ വലിയ ഒരു തിരക്ക് കാണാനില്ല. സീ ഫ്രണ്ടിലുള്ള ഈ നാഷണൽ പാർക്ക്, ലിറ്റിൽ വെനീസ്, ഇതുപോലെയുള്ള മോഡേൺ ആർക്കിടെക്ചേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് ബാക്കു ബോളിവാർഡ്. ഇവിടെ പിക്നിക് ടേബിൾസും പ്ലേ ഗ്രൗണ്ട്സും ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരു ഫോറിനർ കപ്പിൾസ് വന്നു. അവർ എടുത്തു തന്ന വീഡിയോയും ഫോട്ടോസും ആണിത്. ഇന്നത്തെ ന്യൂ സിറ്റി ടൂറിൽ ആകെ കിട്ടിയ ഒരു ഫാമിലി വീഡിയോ ആൻഡ് ഫോട്ടോ ആണിത്.
ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു നടന്നു. നല്ല മഞ്ഞുവീഴ്ചയും കാറ്റും കൊണ്ട് ഞാനും പൊന്നും കൂടിയാണ് ഇവിടെ വീഡിയോ എടുക്കാൻ വന്നത്. ബിബി കുഞ്ഞുമായിട്ട് അവിടെ ഒരു ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും ലിറ്റിൽ വെനീസിലെത്തി. അവിടെ ബോട്ടിംഗ് ഓപ്പൺ ആയിരുന്നു. അങ്ങനെ ബാഡ് വെതറിൻ്റെ ഇടയിലും ബോട്ടിങ്ങിനുള്ള ചാൻസ് ഞങ്ങൾക്ക് കിട്ടി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ബോട്ടിംഗ് ആണ്. കാണണ്ടാത്തവർ സ്കിപ്പ് ചെയ്തോളൂ. അധികം കട്ട് ചെയ്യാതെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും നല്ല സ്നോഫോൾ ഉണ്ടായി. ഇങ്ങനെ സ്നോഫോൾ ഉണ്ടാകുമ്പോൾ ഗ്ലാസ് വെക്കുന്നതാണ് നല്ലത്. കാറ്റടിച്ച് നേരെ കണ്ണിലോട്ട് വീഴുന്നുണ്ടായിരുന്നു.
ഇന്നത്തെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ നടന്ന് ഹൈലാൻഡ് പാർക്കിൽ പോയി. അവിടെ നിന്ന് വീണ്ടും ഡെന്നിസ് മാളിൽ പോകേണ്ടി വന്നു. പിന്നെ ഓൾഡ് സിറ്റി ടൂർ, അതെല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി ഇടാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.